ഡിഗ്രി കഴിഞ്ഞ ബോയ്സിനെ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച കോഴ്സുകൾ ഏതാണെന്ന് പല കുട്ടികളും ചോദിക്കുന്ന പോയിന്റാണ്. ഒരു ഡിഗ്രി കഴിഞ്ഞ ബോയ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ്, ഏറ്റവും ട്രെൻഡിങ് ആയിട്ടൊരു ഓപ്ഷൻ കൂടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇന്ന് അത്രയും ട്രെൻഡിങ് ആണ്. ഒപ്പം തന്നെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലായാലും നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. അതിനൊപ്പം തന്നെ ഫ്രീലാൻസ് ആയിട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഏജൻസികളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനായിരുന്നു കമ്പനീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 2025 നോക്കുകയാണെങ്കിൽ ഇന്ന് ഏതൊരു കമ്പനിക്കും അവരുടേതായ സ്വന്തമായിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട്. ഇനി അതിൽ തന്നെ 2025 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗും ബ്രാൻഡ് മാനേജ്മെന്റ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ പ്രോഗ്രാംസും വന്നിട്ടുണ്ട്. സാധാരണ ഇതിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികൾക്കുള്ള ഒരു കാഴ്ചപ്പാട് അവർ ഏതെങ്കിലും ഒരു ഷോർട്ട് ടൈം പ്രോഗ്രാം എടുത്തിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് പഠിക്കാറുള്ളത്. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞൊരു കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യരുത്. അതേസമയം നിങ്ങൾ +2 ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറയും. കാരണം പറഞ്ഞല്ല, നിങ്ങൾ ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൊസിഷൻസിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നൊരു ഓപ്ഷൻ കൂടിയാണ് വരും വർഷങ്ങളിൽ. അപ്പോൾ അതിനാവശ്യമായ 2-3 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനാവശ്യമായ സ്കിൽ സെറ്റ് ആവശ്യമാണ്. നിങ്ങൾക്കത് എല്ലാ ഏരിയാസിലും ഇപ്പോൾ SEO ബേസ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ബ്രാൻഡ് മാനേജ്മെന്റ് ആയിക്കോട്ടെ, AI ബേസ്ഡ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങൾക്ക് സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് മാനേജർ ലെവലിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ് നിങ്ങളുടെ പ്രൊഫൈലിനെ റിച്ച് ആക്കാനാക്കിയിട്ട്. കാരണം ഇന്ന് ഒരുപാട് കുട്ടികൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോറിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. സോ അവരുമായി ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിന് വേണ്ടത്ര വാല്യൂ ലഭിക്കാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് പഠിക്കുന്ന കോഴ്സ് അറ്റ്ലീസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒരു മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ PGDM പ്രോഗ്രാം ഒക്കെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനൊപ്പം തന്നെ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരു ഗൂഗിളായിട്ടോ അല്ലെങ്കിൽ ഒരു മെറ്റയായിട്ടോ ഒരു മീറ്റിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഒരു ബോയ്സിന് ഇപ്പോൾ 2025 ആണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ് ആണെങ്കിൽ ബോയ്സിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമതായി ഡിഗ്രിക്ക് ശേഷം ബോയ്സിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇപ്പോൾ മലയാളീസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു നാടാണ് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയും ഒരുപാട് ഐഡിയാസ് ഒക്കെ ഒരുപാട് കുട്ടികളുടെ കയ്യിൽ പഠിക്കുമ്പോൾ തന്നെ പല കുട്ടികളിലും ഷെയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്കൊരു ബിസിനസ് മൈൻഡുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാനേജ്മെന്റ് ലെവലിലേക്കുള്ള ജോബാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ വരുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാംസ്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള MBA പ്രോഗ്രാം അല്ലാട്ട് ഞാൻ പറയുന്നത്, അതിനേക്കാളൊക്കെ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള പ്രോഗ്രാംസ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളതാണ്. അതിൽ ഫസ്റ്റ് വരുന്ന പ്രോഗ്രാമാണ് അഡ്വാൻസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാംസ്. കാരണം ഒരൊറ്റ കോഴ്സ് വഴിയൊക്കെ ഏകദേശം 7-8 മേഖലയൊക്കെ പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗും ബാങ്കിങ്ങും HR-ഉം ഫിനാൻസും സെയിൽസും ഓപ്പറേഷനും സപ്ലൈ ചെയിൻ മാനേജ്മെന്റും ഒക്കെ ഉള്ള പ്രോഗ്രാമാണ് ABA പ്രോഗ്രാം. അതിനൊപ്പം തന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനുള്ള അടുത്തൊരു പ്രോഗ്രാമാണ് GBA എന്ന് പറഞ്ഞ പ്രോഗ്രാം, ഗ്ലോബൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഒരു ഒറ്റ വർഷം കൊണ്ട് തന്നെ 4 മേഖല കവർ ചെയ്യുന്ന പ്രോഗ്രാം കൂടിയാണ്. ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ്. കാരണം നിങ്ങളൊരു ബിസിനസ് ആവാനാണ് പ്ലാനെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ മേഖലയിലേക്ക് ഒരു സക്സസ് ആയിട്ട് മാറുക. സോ ഇതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബിസിനസ് അഡ്മിനിസ്ട്രേഷനൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഒരു ബിസിനസ് പ്ലാൻ ആയിക്കോട്ടെ, മാനേജ്മെൻറ്റ് കരിയർ പ്ലാൻ ആണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. കാരണം ഒരിക്കലും അവസരങ്ങൾ അവസാനിക്കാത്തൊരു മേഖലയാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഇപ്പോൾ 2025 നോക്കുകയാണെങ്കിൽ ബോയ്സിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ് ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. കാരണം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഗ്രോത്ത് ഒരുപാട് വലുതാണ്. ഇപ്പോൾ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ AI കാലഘട്ടമാണ്, ഒരുപാട് മാറ്റങ്ങളോടെയാണ് ലോജിസ്റ്റിക്സ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലായത് നമുക്ക് അറിയാൻ പറ്റും, എയർപോർട്ട് സെഷൻസ് ആയിക്കോട്ടെ, ഷിപ്പിംഗ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പോലെ ഷിപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് വിഴിഞ്ഞം പോർട്ട് വന്നു. ഇപ്പോൾ കളമശ്ശേരിയിലെ ഒരു ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻസിലെ ലോജിസ്റ്റിക്സ് പാർക്കുകൾ വരാൻ പോവുകയാണ്. ബാംഗ്ലൂർ ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരുപാട് പുറമേയുള്ള കമ്പനീസ്, ഓട്ടോമൊബൈൽ കമ്പനീസൊക്കെ നമ്മുടെ നാട്ടിൽ പ്ലാന്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ആണ്. അതല്ല ഇനിയിപ്പോൾ ബോയ്സിന് ഇപ്പോൾ ഇന്ത്യക്ക് പുറമേ പോകാനുള്ള പ്ലാനെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ യൂറോപ്പിലായിക്കോട്ടെ, ഇപ്പോൾ ഓസ്ട്രേലിയൻ റീജിയൻ ആയിക്കോട്ടെ, അവിടെ എല്ലാ ഓപ്പണിങ്സ് ഉള്ള മേഖലകളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് ആയിക്കോട്ടെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്കൊരു ഡിഗ്രി കൊണ്ട് മാത്രം നല്ലൊരു കരിയർ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇന്നത്തെ കാലത്ത് സാധിക്കില്ല എന്നുള്ളത് സത്യാവസ്ഥയാണ്. അപ്പോൾ അതിനനുസരിച്ച് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഈ പറഞ്ഞ ഇതിലേതെങ്കിലും ജോബ് ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്ന് വെച്ചാൽ മനസ്സിലാക്കി അതിലേക്ക് കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നം കണ്ട പോലെ നല്ലൊരു കരിയർ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ.